ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ക്രിസ്മസ് ഒക്കെയാണ്, നമുക്ക് നല്ലൊരു സ്റ്റാർ ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു കളർ പേപ്പർ ആവശ്യമാണ്. ഇതേപോലെ ഒന്ന് നമുക്ക് നമ്മുടെ കളർ പേപ്പറും ഒന്ന് മടക്കിയെടുക്കാം. ഈ കളർ പേപ്പറിനെ നമുക്കൊന്ന് സ്ക്വയർ ആക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ചെയ്യുന്നത്. ഇനി ബാലൻസ് വന്നിട്ടുള്ളത് നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. നമ്മളത് മാറ്റി വെക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് നുറുക്കാം കേട്ടോ. ആ നടുക്കുള്ള സെൻറ്ററിലുള്ള വര കണ്ടോ, അവിടേക്ക് നമ്മളെല്ലാവരും ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്ലെയിനൊക്കെ ഉണ്ടാക്കത്തില്ലേ, അപ്പോൾ നമ്മൾ മടക്കി വെക്കുന്ന പോലെ തന്നെ ഇതേപോലെ ഒന്ന് നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് വെക്കാം കേട്ടോ. അതുപോലെ രണ്ടാമത്തെ സൈഡും നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കണം. ആ ഒരു വശം കൂടി നമുക്ക് അതേപോലെ സെൻറ്ററിലേക്കൊന്ന് ഫോൾഡ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ച ശേഷം താഴത്തെ ആ തുമ്പ് നമുക്ക് അതിന് മുകളിലേക്കൊന്ന് മടക്കി വെച്ച് കൊടുക്കാവേ. ഇതേപോലെ അതും ചെയ്ത് കൊടുക്കാം നമുക്ക്. അതും ചെയ്തതിന് ശേഷം നമുക്ക് രണ്ട് സൈഡും വീണ്ടും നമുക്ക് സെൻറ്ററിലേക്കൊന്ന് ഫോൾഡ് ചെയ്യണം. ഇതേപോലെ അങ്ങനെ മടക്കി വെച്ച് കൊടുക്കണം കേട്ടോ. അതേപോലെ അപ്പുറത്തെ സൈഡ് നമുക്കൊന്ന് ചെയ്തെടുക്കാം. അപ്പം നമ്മളിതാ രണ്ട് സൈഡൊന്ന് മടക്കി എടുത്തിട്ടുണ്ടേ. അതിനുശേഷം നമുക്ക് അത് പൊക്കിയെടുക്കുന്നുണ്ട്. അതിൻ്റെ അടിയിൽ ആ മുമ്പേ മടക്കി വെച്ച പേപ്പർ അവിടെ ബാലൻസ് ഉണ്ട്, അത് നമുക്ക് പശ വെച്ച് ഒട്ടിച്ചെടുക്കണം. അതിലേക്ക് നമുക്ക് നമ്മുടെ ഈ ഒരു തുമ്പിനെ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് പശ തേച്ച് കൊടുക്കാം. തേച്ച് കൊടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഇതേപോലെ ഒരു കോണ രൂപത്തിൽ ഇങ്ങനെ കിട്ടുന്നതാണ് കേട്ടോ. നമുക്കത് ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കണം. കണ്ട, വളരെ സിമ്പിളാണ് കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു 4 എണ്ണം കൂടി ചെയ്തെടുക്കാം. ഞാനപ്പം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു കോൺ ഭാഗത്തിലേക്ക് നമുക്ക് ഇതേപോലെ പശ തേച്ച് കൊടുത്ത് എല്ലാം ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഒരേപോലെ എല്ലാം ഒന്ന് ചേർത്ത് വെച്ച് ഒട്ടിച്ചെടുക്കണം. വളരെ സിമ്പിളാണ് ഈ സ്റ്റാർ ഉണ്ടാക്കാൻ. ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. കറക്റ്റായിട്ടാണോ എന്നൊക്കെ ചെക്ക് ചെയ്യണം. ഇതേപോലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് ഇതിന് ഒരു ഡിസൈൻ കൊടുക്കാം. ഇവിടെ ഒരു കോൺ അളവിൽ ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റുവാണേ. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് ചെയ്തെടുക്കാം. അറ്റത്തോട്ട് വരുംതോറും ആ കോണിൻ്റെ വലിപ്പം കുറഞ്ഞു വേണം വരാനേ, അതാണ് ഭംഗി. അപ്പോൾ അത് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ സ്റ്റാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. കുട്ടികൾക്കൊക്കെ വളരെ വേഗത്തിൽ തന്നെ സ്റ്റാർ ഉണ്ടാക്കിയെടുക്കാം അല്ലേ. കണ്ടില്ലേ, ഒട്ടിക്കുമ്പോൾ നന്നായിട്ട് സൂക്ഷിച്ചൊക്കെ ഒട്ടിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ സ്റ്റാർ നല്ല ഭംഗിക്ക് വരുള്ളൂ. വളരെ സിമ്പിളാണ്. കൊച്ചു കുട്ടികൾക്ക് വരെ ചെയ്തെടുക്കാം. ഇനി ആ ജോയിൻറ്റ് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. നിങ്ങൾക്കിനി നൂല് വെച്ച് കെട്ടാനാണെന്നുണ്ടെങ്കിൽ ഒരു കെട്ട് ഇട്ട് കൊടുത്തിട്ട് നൂല് വെച്ച് കെട്ടി തൂക്കിയിടുകയും ചെയ്യാം. ഞാനിപ്പോൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ആ ഒരു ജോയിൻ്റ് ചെയ്യേണ്ട ഭാഗം, ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗം നമുക്ക് ഒട്ടിച്ച് എടുക്കുന്നുണ്ടേ. അതിമനോഹരമായ നക്ഷത്രം റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു കുട്ടി നക്ഷത്രം കൂടിയുണ്ട്. ആ വലിയ നക്ഷത്രത്തിൻ്റെ കുഞ്ഞാണ് ഈ കുട്ടി നക്ഷത്രം. അപ്പോൾ അവനെ കൂടി നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കണം. കുറച്ച് നേരം ഒട്ടാനായിട്ട് സമയം എടുക്കും കേട്ടോ. കണ്ടോ, ഞാൻ വെച്ചോണ്ട് തന്നെ അത് വിട്ടുപോയി. നമുക്ക് സാരമില്ല, നമുക്കത് ഒട്ടിച്ചെടുക്കാം. വളരെ സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും ഇതേ രീതിയിൽ നമ്മുടെ സ്റ്റാറൊക്കെ മേക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ വളരെ ഈസിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതേപോലെ നിങ്ങളും ഈ ക്രിസ്മസിന് സ്വന്തമായിട്ട് സ്റ്റാറൊക്കെ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ
ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തും എന്നെ ഒന്ന് സപ്പോർട്ട്